ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു ദിവസം കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, വീട്ടിലെ ജോലികൾ എത്ര ചെയ്താലും തീരില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലികൾ നാളെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു ബോറിംഗ് ആണ് അല്ലെ? ഈ ജോലി റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഒരു ബോറിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ഈസി ആക്കാനുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസം ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം, തലേ ദിവസം തന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ വൈപ്പ് ചെയ്ത് സ്റ്റൗവും വൈപ്പ് ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് കിടന്നുറങ്ങാനായിട്ട്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അതും കൂടി ചെയ്യാനിരിക്കുമ്പോൾ സമയം അത്രയും പോവും. അതുപോലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളെ വിളിച്ചിരുത്തി നിർബന്ധമായിട്ടും പഠിപ്പിക്കണം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവരോടിരുന്ന് പഠിക്കാനായിട്ട് പറയുക. പിന്നെ മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദോശയൊക്കെ ആണെങ്കിൽ കൂടുതൽ ടൈം പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോഴത്തേനും ഉള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ദോശക്കല്ല് സെലക്ട് ചെയ്യുമ്പോൾ വലിയ ദോശക്കല്ല് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് എണ്ണം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഗ്യാസും സേവ് ചെയ്യാം, ടൈമും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊട്ടുകടല കൂടി ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ, ചമ്മന്തിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മിക്ക വീട്ടമ്മമാർക്കുള്ളൊരു ശീലമാണ് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ലാസ്റ്റ് കഴിക്കാനിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ശീലം ഒന്ന് മാറ്റിയിട്ട് എല്ലാവരോടൊപ്പം നമ്മളും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കുക. പിന്നീട് കഴിക്കാനിരുന്നാൽ പിന്നെ അതൊരു കൃത്യസമയത്ത് നമ്മൾ കഴിക്കാതെ ആവും. അപ്പൊ മക്കൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അവരോടൊപ്പം തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരുമിച്ച് കുട്ടികളുമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളെ റെഡിയാക്കി വിടുക എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഒരു തിരക്കുള്ള ഒരു ജോലിയാണ് അല്ലെ? അതിപ്പോ വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും നമ്മൾ ഇടയ്ക്ക് പോയൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാതെ അവർ സമയത്ത് റെഡി ആയിട്ട് പോവില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചില സമയത്തൊക്കെ നല്ല വഴക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയായാലും കുട്ടികൾ വീട്ടിൽ നിന്ന് ഒരുങ്ങിപ്പോയി കഴിയുമ്പോൾ എനിക്കൊരു സങ്കടം ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ബഹളമൊക്കെ മാറിയിട്ട് നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു സമയമാണ് അല്ലെ? പിന്നെ മക്കളെ കൊണ്ട് അവരെ കൊണ്ട് കഴിയാവുന്ന ജോലികൾ ചെയ്യിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ഓരോ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഒരു കുട്ടികളും ചെയ്യില്ല. അപ്പൊ നമ്മൾ അതിനായിട്ട് നമ്മളിപ്പോ ഒരു ദിവസം ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, ഇപ്പൊ ഒരു 5 ജോലികൾ അല്ലെങ്കിൽ 10 ജോലികൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് പറയുക, ഓരോ ജോലി ചെയ്യുമ്പോഴും അതിന് നേരെ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതൊരു ചെറിയ കുട്ടികളിലൊക്കെ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവർക്ക് ഓരോ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയുക, ഇത്ര പോയിന്റ് ആകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഓഫർ ചെയ്യുക. അപ്പൊ അവരത് കൃത്യമായിട്ട് പോയിന്റ് കൂടാൻ വേണ്ടി അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആദ്യമൊക്കെ കുട്ടികൾ ഇത് പോയിന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും പിന്നീട് ഇത് അവരിലൊരു ഹാബിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മക്കള് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇടുക. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യണമെങ്കിൽ ഈ വെള്ള നിറത്തിലുള്ള ഡ്രസ്സ് വെളുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ വെള്ള നിറത്തിലുള്ള ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തലേ ദിവസം രാത്രി ഫുള്ളും സോപ്പ് പൊടിയും അതുപോലെ തന്നെ വാനിഷും ചേർത്തിട്ട് ഒരു നൈറ്റ് ഫുള്ള് വെള്ള ഡ്രസ്സ് മുക്കി വെച്ചിട്ട് രാവിലെ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്താൽ കുറച്ച് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ അടുത്ത ജോലി ചെയ്യാതെ നമ്മൾ കുറച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ജോലിയിലേക്ക് കടക്കുക. അപ്പൊ അരമണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാ റൂമിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കുക, ഒന്ന് അടിച്ചുവാരി ഇടുക. പിന്നെ നമ്മളുടെ വീട്ടിലെ എല്ലാ വീടുകളിലും അങ്ങനെയാണെന്ന് തോന്നുന്നു, നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമാണ് ഡൈനിങ് ടേബിൾ അല്ലെ? അപ്പോൾ എടുക്കുന്ന എല്ലാം അറിയാതെ ഡൈനിങ് ടേബിളിൽ വന്ന് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് കണ്ടാലും അപ്പപ്പോ തന്നെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡൈനിങ് ടേബിളിൽ 1-2 ജഗ് വെള്ളവും അച്ചാറുകളോ ഇത് മാത്രമേ പാടുള്ളൂ. വേറെ ഒരു സാധനവും ടേബിളിൽ വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എപ്പോ ഫുഡ് കഴിച്ചാലും ഡൈനിങ് ടേബിൾ ഒന്ന് വൈപ്പ് ചെയ്തിടുക. അതായത് വിനാഗിരിയും വെള്ളവും ചേർത്ത ഒരു സൊല്യൂഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മക്കളുടെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് അടിച്ചുവാരി മാത്രം ഇടുക. അവിടെയുള്ള സാധനങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ അടുക്കിപ്പെറുക്കി വെപ്പിക്കുക. അതായത് അവരോട് പറയുക, ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കുന്നതിനും ബെഡ്ഷീറ്റ് വിരിക്കുന്നതിനും ഒക്കെ നമ്മൾ ഓരോ പോയിന്റ് കൊടുത്താൽ ചെറിയ മക്കളെ അത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ആ പോയിന്റിന് വേണ്ടിയിട്ട് അവരത് ചെയ്യും കൃത്യമായിട്ട്.
പിന്നെ പറയാനുള്ളത് കിച്ചണിൽ എപ്പോഴും വെള്ളം വീഴുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പാത്രം കഴുകാനായിട്ട് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് പാത്രം കഴുകുക. കാരണം പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡിലൊക്കെ ധാരാളം കെമിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ കൈയുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാൻ കാരണമാവും. അതുകൊണ്ട് കഴിവതും ഗ്ലൗസ് യൂസ് ചെയ്ത് പാത്രങ്ങൾ കഴുകുക. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ അതത് ശീലമായിക്കോളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൗസ് വൈഫിനായിട്ടുള്ള ടിപ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.